ഹലോ സുന്ദരന്മാരെ സുന്ദരികളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഒരു മുഖം ബ്രൈറ്റ് ആക്കാനും ഷൈൻ ആക്കാനും ഒന്ന് ടാൻ ഒക്കെ എന്തെങ്കിലും റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ്. ഒരു കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് സാധനങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടപ്പൊടിയാണ്. ആ മഞ്ചിഷ്ടപ്പൊടി 2 ടീസ്പൂൺ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. മഞ്ചിഷ്ടപ്പൊടി നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. 2 ടീസ്പൂൺ നമ്മൾ മഞ്ചിഷ്ടപ്പൊടി ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ബീട്രൂട്ട് പൗഡർ ആണ്. ബീട്രൂട്ട് പൗഡർ നമ്മൾ 2 ടീസ്പൂൺ ആണ് ഇടുന്നത്. ബീട്രൂട്ട് പൗഡർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നാച്ചുറൽ ആയിട്ട് ഒരു പിങ്ക് ഗ്ലോ, റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. ആ ബീട്രൂട്ട് പൗഡർ നമ്മൾ 2 സ്പൂൺ ഇടാൻ പോകുന്നു. ബീട്രൂട്ട് പൗഡർ ആണിത്, 1 സ്പൂൺ. സെക്കൻഡ് സ്പൂൺ ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് കറ്റാർ വാഴേന്റെ പൊടിയാണ്. കറ്റാർ വാഴയ്ക്ക് ഒരുപാട് യൂസസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. 1 സ്പൂൺ കറ്റാർ വാഴ പൊടി ഇട്ടിരിക്കുന്നു. സെക്കൻഡ് സ്പൂൺ കറ്റാർ വാഴ പൊടി ഇട്ടിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഏറ്റവും ഈ ഫേസ് പാക്കിന്റെ ഇമ്പോർട്ടന്റ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ രക്തചന്ദനത്തിന്റെ പൊടി. ഇത് 2 ടീസ്പൂൺ ആണ് ഇടേണ്ടത്. ഇത് എന്തൊക്കെയാണ് യൂസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആക്നെ ഒക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ആവും. പിന്നെ നമ്മുടെ കോംപ്ലക്ഷൻ ഒക്കെ നല്ല നമുക്ക് ബ്രൈറ്റ്നെസ് ഒക്കെ നമ്മുടെ ഫേസിന് ഈ രക്തചന്ദനപ്പൊടി. ഫസ്റ്റ് സ്പൂൺ ഓഫ് രക്തചന്ദനപ്പൊടി. സ്പൂൺ ഓഫ് രക്തചന്ദനപ്പൊടി. ഓക്കെ, ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ റോസാപ്പ് പൗഡർ. ഇത് പ്യുവർ റോസാപ്പ് പൗഡർ ആണ്. ഇത് നമ്മൾ എന്തിനാണ് ഇടുന്നത് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കൂൾ ചെയ്യാനും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ റോസ് പൗഡർ ഇടുന്നത്. ഒരു 2 ടീസ്പൂൺ നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് സ്പൂൺ ഓഫ് റോസ് പെറ്റൽ. പാക്കിന്റെ പൊളപ്പൻ ഇൻഗ്രീഡിയന്റ് ആണ് മുൾട്ടാനി മിട്ടി പൗഡർ. ഇത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും പിന്നെ ഈ നമ്മുടെ പോഴ്സ് ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് ക്ലിൻസിങ് ചെയ്യാനും ഓയിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുൾട്ടാനി മിട്ടി. ഇത് 2 ടീസ്പൂൺ നമുക്ക് ഇടാം. പൗഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കച്ചോലാണ്. ഇത് 2 ടീസ്പൂൺ ആണ് നമ്മൾ ഇടുന്നത്. ഇത് എന്തിനാണ് ഈ കച്ചോലം ഇടുന്നത് എന്ന് ചോദിച്ചാൽ സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ കൂട്ടാനും നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റാനായിട്ടാണ് നമ്മൾ ഈ കച്ചോലം ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പൂൺ ഓഫ് കച്ചോലം, സെക്കൻഡ് സ്പൂൺ ഓഫ് കച്ചോലം. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആണ് നെല്ലിക്ക പൗഡർ. നെല്ലിക്ക പൗഡർ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൂസ്റ്റ് കൊളാജൻ, ഫൈറ്റ്സ് അഗെയിൻസ്റ്റ് ഡാർക്ക് സ്പോട്സ്, പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് സൺ ഡാമേജ്. ഇതിനൊക്കെയാണ് നമ്മൾ ഈ നെല്ലിക്ക പൗഡർ ഇടുന്നത്. ഫസ്റ്റ് സ്പൂൺ ഓഫ് ആംല പൗഡർ, സെക്കൻഡ് സ്പൂൺ ഓഫ് ആംല പൗഡർ. അടുത്തത് ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ പൊടിയാണ്. ഇത് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി പക്ക ആയിട്ടുള്ളൊരു ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ഡാർക്ക് സ്പോട്ട് ഒക്കെ കുറയ്ക്കാനും കസ്തൂരി മഞ്ഞൾ പണ്ട് കാലം തൊട്ടിനെ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു വന്നിട്ടുള്ളതാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ ഓൺലി 1 ടീസ്പൂൺ മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഓറഞ്ച് പീൽ പൗഡർ ആണ്. ഇത് വിറ്റാമിൻ സി, നമ്മുടെ ഈ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓറഞ്ച് പൗഡർ, പീൽ പൗഡർ നമുക്ക് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഓഫ് ഓറഞ്ച് പീൽ പൗഡർ. ടോട്ടൽ 10 പൗഡേഴ്സ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ആയുർവേദ ഷോപ്പിൽ എല്ലാവരും തുച്ഛമായ വിലയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ റേഷ്യോയിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ റിസൾട്ട് നല്ല റിസൾട്ട് ആയിരിക്കും. ഇത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചത് ഒന്നില്ലെങ്കിൽ ഒന്ന് വാട്ടറിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് മോർണിംഗിൽ കഴുകി കളയാം. അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഫേസ് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് കോൾഡ് വാട്ടറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് കഴുകിയാൽ കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വേ എന്ന് പറഞ്ഞാൽ മിൽക്കിൽ, പാലിൽ ഈ പൊടി ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ ആവശ്യത്തിനനുസരിച്ച് പൊടി ജസ്റ്റ് മിൽക്കിൽ, പാലിൽ ഇട്ടിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതും ബെസ്റ്റ് ഓപ്ഷനാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹണി, തേന്, ശുദ്ധമായ തേനിൽ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത്.